കോഴിക്കോട് താമരശ്ശേരിയിൽ മയക്കുമരുന്നിന് അടിമയായ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയ അമ്മയുടെ ഖബറടക്കം ഇന്ന് നടക്കും. അടിവാരം 30 ഏക്കർ സ്വദേശിനി കായ്ക്കൽ സുബൈദയും മകൻ ആഷിഖാണ് കൊലപ്പെടുത്തിയത്. മയക്കുമരുന്നിന് അടിമയായ ആഷിഖ് ബംഗളൂരുവിൽ ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിലായിരുന്നു. വിവരങ്ങളുമായി താമരശ്ശേരിയിൽ നിന്ന് ലിനറ്റ് വർഗീസ് ചേരുന്നു. ലിനറ്റ്, ഒരു നാടിനെയാകെ ഞെട്ടിച്ച സംഭവമായിരുന്നു ഇന്നലെ സ്വന്തം അമ്മയെ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം. വിശദാംശങ്ങൾ എപ്പോഴാണ് ഈ ഖബറടക്കം? ശരണ, നിലവിൽ ഇപ്പോൾ ഈ സുബൈദയുടെ പോസ്റ്റ്മോർട്ടം കഴിയണം. അതിനുശേഷം മാത്രമായിരിക്കും ഈ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുക. അതിനുശേഷമായിരിക്കും ഈ ഖബറടക്കം നടക്കുക. ഇപ്പോൾ നമ്മളുള്ളത് ഇവിടെ പുതുപ്പാടിയിൽ ഇന്നലെ ഈ കൊലപാതകം നടന്ന വീടിന് തൊട്ട് മുൻപിലാണ്. ഇന്നലെ ഉച്ചയ്ക്ക് 2:30 ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം, നാടിനെ നടുക്കിയ ഒരു കൊലപാതകം ഉണ്ടായിരിക്കുന്നത്. ഒരു മകൻ അമ്മയെ കൊലപ്പെടുത്തിയ വിവരം എല്ലാവരെയും നടുക്കുന്ന ഒരു വിവരം തന്നെയായിരുന്നു. കാരണം വളരെ തുടർച്ചയായ നാളുകളിലായിട്ട് ഈ മയക്കുമരുന്നിനടിമയായിരുന്ന ആഷിഖ് എന്ന് പറയുന്നത് 25 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു മകനാണ് വയ്യാതെ കിടന്ന അമ്മയെ വെട്ടി കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇന്നലെ ഉച്ചയോടുകൂടി ഈ ഒരു വീട്ടിലോട്ട് എത്തിച്ചേർന്ന ആഷിഖാണ് അമ്മയായ സുബൈദയെ ഇന്നലെ ഉച്ചയോടുകൂടി കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു ബ്രെയിൻ ട്യൂമർ ബാധിച്ചതിനെ തുടർന്ന് ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് കിടക്കുകയായിരുന്ന സുബൈദയാണ് ഇന്നലെ വാക്കുതർക്കത്തെ തുടർന്ന് ആഷിഖ് കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ 2-3 ദിവസമായി ആഷിഖ് ഈ ഒരു വീട്ടിൽ നിന്ന് ായിരുന്നു. ഇപ്പോൾ നിലവിൽ നമ്മോടൊപ്പം ചേരുന്നത് ഈ ഒരു വീട്ടിൽ ഇന്നലെ ഈ ഒരു സമയത്ത് ഉച്ചയ്ക്ക് ഈ ആഷിഖ് ചെന്ന് കത്തി ചോദിച്ച്, അയൽവക്കത്തെ വീട്ടിൽ നിന്ന് കത്തി ചോദിച്ച് അവിടെ നിന്ന് വന്നിട്ടാണ് ഈ ഒരു കൊലപാതക കൃത്യം നടത്തിയിരിക്കുന്നത്. ഈ ഒരു കത്തി ചോദിച്ച വീട്ടിലെ ആൾ നമ്മളോടൊപ്പം ചേരുന്നു. ചേട്ടാ, ഇന്നലെ എന്താ ശരിക്കും സംഭവിച്ചു? ഈ ഒച്ചയോ ബഹളോ അങ്ങനെ എന്തെങ്കിലും കേട്ടിരുന്നോ? ഇല്ല, ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വന്നായിരുന്നു. ഫോർട്ട് ഡ്യൂട്ടി ആയിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വന്ന സമയത്ത് വീട്ടിനകത്ത് നിന്നൊരു കരച്ചിൽ കേട്ടപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, കരയുന്നുണ്ടല്ലോ എന്ന്. അപ്പം അച്ഛൻ വന്ന് നോക്കിയപ്പം വാതിൽ അടച്ചിട്ടുണ്ട്. വാതിലും ജനലുകളും മുഴുവൻ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ വാതിലിന് മുട്ടി വിളിച്ചപ്പോൾ സമയത്ത് ജനല് തുറന്ന് രക്തത്തിൽ കുളിച്ച് നിൽക്കുന്ന ആഷിഖിനെയാണ് കാണാൻ പറ്റിയത്. അപ്പം എന്ത് പറ്റിയെന്ന് വെച്ചപ്പോൾ അമ്മയെ വെട്ടിയെന്ന് പറഞ്ഞു. പറഞ്ഞപ്പോൾ അടുത്ത സമയം തന്നെ അവരുടെ ഉമ്മയുടെ അനിയത്തി വരികയും വാതിലുകൾ തുറന്ന് നോക്കുന്ന സമയത്ത് വെട്ടിക്കിടക്കുന്ന ആളെയാണ് കണ്ടത്. അത് കഴിഞ്ഞ ശേഷം അവൻ രക്ഷപ്പെടാൻ നോക്കിയ സമയത്ത് ജനങ്ങളെല്ലാം കൂടി പിടിച്ചു വെച്ചാണ് ഉണ്ടായിരുന്നത്. പിന്നെ പോലീസിലേക്കും ആംബുലൻസിനെ വിളിച്ച് അവരെ കൊണ്ടുപോകാണ് ഉണ്ടായത്. ഈ സംസാരിച്ച സമയത്ത് ആദ്യമേ തന്നെ പറഞ്ഞത് അമ്മയെ വെട്ടി എന്ന് തന്നെയാണോ? ആ ഉമ്മയെ ഞാൻ വെട്ടി എന്ന് പറഞ്ഞു. അതിനുശേഷം എന്തെങ്കിലും പ്രകോപനപരമായിട്ട് നിങ്ങളുടെ അടുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചിരുന്നോ? ഇല്ല, ഒന്നും സംഭവിച്ചില്ല. നല്ല രീതിയിൽ തന്നെ സംസാരിച്ചില്ല. ആള് നേരത്തെയും ഇതുപോലെ പ്രശ്നക്കാരനായിരുന്നു. ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് ആണ് ഡി അഡിക്ഷൻ സെന്ററിൽ ബാംഗ്ലൂരിൽ ചികിത്സയിലായിരുന്നു ഈ ആഷിഖ്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു നാട്ടിലേക്ക് വന്നത്. അപ്പം ഇന്നലെ അങ്ങനെ എന്തെങ്കിലും മയക്കുമരുന്ന് ഉപയോഗിച്ചതായിട്ട് അങ്ങനെ വല്ലതും തോന്നിയിരുന്നോ? ഇല്ല, ഒന്നും തോന്നിയില്ല. ഇന്നലെയൊക്കെ നോർമലായി വീട്ടിൽ വന്ന് ഇത് വാങ്ങാൻ വന്ന സമയത്ത് ഓറഞ്ചൊക്കെ കഴിച്ചുകൊണ്ട് വന്നിരുന്നത്. ഒരു പ്രശ്നമില്ലായിരുന്നു. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കാനുള്ള കാരണം എന്ന് തോന്നുന്നത്? എന്തെങ്കിലും ഇതിനു മുമ്പ് തർക്കത്തിന്റെ ശബ്ദമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ടിരുന്നോ? ഒന്നും കേട്ടില്ല. ഇവര് കിടപ്പിലായിരുന്നു. ഈ ഉമ്മ കിടപ്പിലായിരുന്നു. ട്യൂമർ ആയതുകൊണ്ട് ഇവിടെ കിടപ്പിലായിരുന്നു. അങ്ങനെ ശബ്ദങ്ങളൊന്നും കേട്ടില്ല. ഒന്നും കേൾക്കാൻ സാധിച്ചില്ലായിരുന്നു. ഇതിനുശേഷം ഈ കൊലപ്പെടുത്തിയതിനു ശേഷം കത്തി കഴുകി നിങ്ങളുടെ അടുത്തേക്ക് തന്നിരുന്നു. എന്താ സംഭവിച്ചത്? കത്തി കഴുകിയിട്ട് കത്തി കഴുകിയിട്ട് നിങ്ങളെ കത്തി എടുത്തോന്ന് പറഞ്ഞു അവിടെ ഇട്ട്. അപ്പൊ ഞാൻ കത്തി ഇനി വേണ്ടാന്ന് പറഞ്ഞു. നീ എടുത്തോന്ന് പറഞ്ഞു. അതിനുശേഷം വീടിന്റെ ഉള്ളിലോട്ട് കയറി പോവായിരുന്നു. വീടിനകത്തേക്ക് കയറി പോയിട്ട് വാതിലുകളൊക്കെ അടച്ചു വെച്ചു. എല്ലാം വാതിലും ജനലും മുഴുവൻ അടച്ചു കഴിഞ്ഞ ശേഷം അവന്റെ അമ്മയുടെ അനിയത്തി വന്നതിന് ശേഷം മാത്രമാണ് ജനല് തുറന്നിരിക്കുന്നത്, വാതിൽ തുറന്നത്. അപ്പോൾ തന്നെ ഈ നാട്ടുകാരുടെയും ഈ പോലീസിന്റെ ഒക്കെ മുമ്പിൽ സറണ്ടർ ആവുമായിരുന്നു, അല്ലെങ്കിൽ ഈ പ്രകോപനപരമായിട്ട് സംസാരിക്കും? മീൻസ് ഈ ഒരു സ്വന്തം മാതാവിന്റെ സഹോദരിയുടെ വീടാണല്ലോ. അപ്പൊ ഈ സഹോദരി വന്ന സമയത്ത് എന്തെങ്കിലും സംസാരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? ആ സഹോദരി അടിക്കാൻ നോക്കിയ സഹോദരിയിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയ സമയത്താണ് ആളുകൾ കൂടി പിടിച്ചു വെച്ചിരിക്കുന്നത്. പിടിച്ചു കെട്ടുകയായിരുന്നു. പിടിച്ചു കെട്ടിയിട്ടു. ഇതിനു മുമ്പ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഈ വീട്ടിൽ നിന്നുണ്ടായിട്ടുണ്ട്? ഇതിനു മുമ്പേ കുറെ മുമ്പ് ഉണ്ടായിരുന്നു. ഇവരിവിടെ അല്ല താമസം. ഇവര് പൊട്ടിക്കയിലാണ് താമസം. ഇപ്പൊ ഇവിടെ വന്ന അമ്മയുടെ അനിയത്തിയിലാണ് താമസിക്കുന്നത്. ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ സ്ഥിരമായി ഇത്തരത്തിൽ ഈ മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അയൽവക്കത്തുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു വീട് എന്ന് പറയുന്നത് ഈ ആഷിഖിൻ്റെതല്ല, പകരം ഈ സുബൈദ, ഈ ആഷിഖ് എന്നിവർ ഇവിടെ സഹോദരിയുടെ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഈ ആഷിഖ്
ആഷിഖ് കൊലപ്പെടുത്തിയ സുബൈദയുടെ സഹോദരിയുടെ വീടാണിത്. ഈ സഹോദരിയുടെ വീട്ടിൽ വെച്ചാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതക കൃത്യം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഇവിടെ പോലീസ് കാവലൊക്കെ തന്നെയുണ്ട്. ഇൻക്വസ്റ്റ് നടപടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്നിപ്പോൾ ഫോറൻസിക് വിഭാഗം ഇവിടെ വന്ന് പരിശോധന നടത്തുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഈ ആഷിഖ് താമരശ്ശേരി പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ്. ആഷിഖിനെ ചോദ്യം ചെയ്തു വരുന്നു എന്ന വിവരമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആഷിഖ് ഈ അമ്മയെ കൊന്നു എന്ന വിവരം കൃത്യമായി തന്നെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുൻപും ഈ ഒരു മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് ഈ ഒരു വീട്ടിൽ ഈ അമ്മയുമായും കുടുംബവുമായിട്ടൊക്കെ തന്നെ വഴക്കുണ്ടായിട്ടുണ്ട്, തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് അയൽവക്കക്കാരൊക്കെ തന്നെ പറയുന്നത്. ഈ ഒരു കൊലപാതക കൃത്യം നടത്തിയതിന് ശേഷവും ആഷിഖിന് ഭാവവ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. ഈ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി ഈ ഒരു പൈപ്പിന് ചുവട്ടിൽ വന്ന് കഴുകി തിരിച്ച് അയൽവക്കക്കാരെ തിരിച്ച് ഏൽപ്പിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് ആളുകൾ ഇടപെട്ടതിനെ തുടർന്ന് അദ്ദേഹം വീടിൻ്റെ ഉള്ളിൽ കയറി ജനലും വാതിലുമൊക്കെ അടച്ച് കുറ്റിയിടുകയായിരുന്നു. അതിനുശേഷം ഈ ആഷിഖിൻ്റെ മാതാവിൻ്റെ സഹോദരി വീട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം മാത്രമാണ് ആഷിഖ് പുറത്തിറങ്ങാൻ കൂട്ടാക്കിയത്. ഈ ഒരു സഹോദരി, ഈ അമ്മയുടെ സഹോദരിയായ ഷാഹിലയുമായിട്ട് പിന്നീട് സംസാരിക്കുകയും അവിടെ ഒരു വാക്കുതർക്കത്തിനുള്ളൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് വീണ്ടും ഈ ഒരു സമയത്തായിരുന്നു ഈ നാട്ടുകാരുടെയൊക്കെ നേതൃത്വത്തിൽ ഈ ആഷിഖിനെ പിടിച്ചു കെട്ടുകയും പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. അരുണ്യ. ശരി ലിനറ്റ്. എന്തായാലും കോഴിക്കോട് കൊല്ലപ്പെട്ട സുബൈദയുടെ ഖബറടക്കം ഇന്നാണ്. സംഭവത്തിന്റെ വിശദാംശങ്ങളാണ് ലിനറ്റ് വർഗീസ് കോഴിക്കോട് നിന്നും നൽകിയത്.